ഡിബേറ്റ് ടൈം ആരംഭിക്കുന്നു. കാടിളക്കിയുള്ള പ്രചരണത്തിനും 2019-ലെയോ 2021-ലെയോ തെരഞ്ഞെടുപ്പുകൾ പോലെ വോട്ടർമാരെ ബൂത്തിലെത്തിക്കാനായില്ല. 2019-ലെ പോളിംഗ് ശതമാനമായ 77.84%-ൽ 5.94% കുറവാണ് 2024-ലെ പോളിംഗ് ശതമാനം. 2019-ലേക്കാൾ 4.38 ലക്ഷം വോട്ടർമാരുടെയും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 9.5 ലക്ഷം വോട്ടർമാരുടെയും കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പോളിംഗ് ശതമാനത്തിലെ ഇടിവിൽ നെഞ്ചിടിപ്പ് ആർക്കാണ്? പ്രധാനമന്ത്രി പലകുറി വന്നുപോയിട്ടും 41 നാൾ പ്രചരണത്തിന് ലഭിച്ചിട്ടും ആവേശം വോട്ടർമാർ ഏറ്റെടുക്കാത്തത് എന്തുകൊണ്ട്? മോദി ഗ്യാരണ്ടിയും പൗരത്വ നിയമ ഭേദഗതിയും രാഹുൽ പിണറായി വാക്പോരും സമസ്ത ലീഗുമായി ബന്ധപ്പെട്ട നീക്കങ്ങളും നിറഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഒരു മുന്നണിക്കും തരംഗമുയർത്താനായില്ലേ? സംസ്ഥാനത്തെ പോളിംഗ് ശതമാനം കുത്തനെ കുറഞ്ഞതിൽ ആശങ്കയോടെയാണ് മുന്നണികൾ ഇപ്പോൾ അതിനെ സമീപിച്ചിരിക്കുന്നത്. ഏതെങ്കിലും പ്രത്യേക മേഖലയിലല്ലാതെ ആകെ കുറവുണ്ടായതിനാൽ കൃത്യമായ കണക്കെടുക്കാൻ സാധിക്കാത്ത സ്ഥിതിയുമാണ്. പക്ഷേ മുന്നണികൾക്ക് ആശങ്കയുണ്ട്. കാടിളക്കിയുള്ള പ്രചാരണം, പ്രധാനമന്ത്രിയടക്കമുള്ളവരുടെ സാന്നിധ്യം, വാക്പോര്, കേസ്, അങ്ങനെ എല്ലായിടവും മുന്നണികൾ പയറ്റി. പക്ഷേ ഈ ആവേശം ജനങ്ങളിൽ ഉണ്ടായില്ല എന്നതാണ് പോളിംഗ് ശതമാനം സൂചിപ്പിക്കുന്നത്. ഇത്രയേറെ പോളിംഗ് കുറയുമെന്ന് ആരും പ്രതീക്ഷിച്ചതുമില്ല. കുറഞ്ഞ വോട്ട് മറ്റ് മുന്നണികളുടേതാണ് എന്ന് വിശ്വസിക്കാനാണ് മൂന്ന് മുന്നണിക്കും താൽപ്പര്യം. സാധാരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഏകദേശ കണക്ക് മുന്നണികൾക്ക് കിട്ടാറുണ്ട്. പക്ഷേ ഇത്തവണ ശതമാനം കുത്തനെ കുറഞ്ഞതോടെ കണക്ക് കൂട്ടലുകളും തെറ്റുകയാണ്. എന്നാലും മൂന്ന് മുന്നണികളുടെയും പ്രതീക്ഷയ്ക്ക് ഒരു കുറവുമില്ല. 20 സീറ്റും കിട്ടുമെന്നാണ് UDF നേതാക്കൾ പുറത്തു പറയുന്നതെങ്കിലും 16 സീറ്റാണ് ഉറപ്പിച്ചു പറയുന്നത്. ആറ്റിങ്ങൽ, മാവേലിക്കര, വടകര, കണ്ണൂർ മണ്ഡലങ്ങളിലെ പോരാട്ടം കടുത്തതായാണ് UDF നേതൃത്വം തന്നെ സമ്മതിക്കുന്നത്. 10 വരെ സീറ്റുകൾ കിട്ടുമെന്ന് LDF നേതൃത്വം പറയുമ്പോഴും ഉറപ്പിച്ചു പറയുന്നത് 6 സീറ്റുകളാണ്. അത് ഏതൊക്കെയാണെന്ന് കൃത്യമായി പറയുന്നുമില്ല. അക്കൗണ്ട് തുറക്കുമെന്ന് തന്നെയാണ് BJP നേതാക്കളുടെ പ്രതീക്ഷ. കൂടുതൽ വിശ്വാസം തൃശ്ശൂരാണ്. 20,000 വോട്ടിനെങ്കിലും ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. തിരുവനന്തപുരത്തും പ്രതീക്ഷ കൈവിടുന്നില്ല. പോളിംഗ് കുറഞ്ഞതിലെ തിരിച്ചടി ആർക്ക് ഗുണമാണ് എന്നറിയാൻ ജൂൺ 4 വരെ കാത്തിരുന്നേ മതിയാവൂ. റിപ്പോർട്ടർ, തിരുവനന്തപുരം. കേരളത്തിലെ പോളിംഗ് ശതമാനത്തിന്റെ ഇടിവ് നമുക്കിങ്ങനെ രേഖപ്പെടുത്താം. 77.84% പോളിംഗ് 2024 ആകുമ്പോഴേക്കും അത് 71.27% കുറയുന്നു. ഏകദേശം 6% കുറവുണ്ടാവുന്നു എന്നർത്ഥം. 2019 അപേക്ഷിച്ചുള്ള ഈ കുറവ് എങ്ങനെയാണ് സീറ്റിൽ പ്രതിഫലിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. 77.84% പോളിംഗ് രേഖപ്പെടുത്തിയപ്പോൾ 2019 UDF 19 സീറ്റുകൾ നിലനിർത്തിയിരുന്നു. പക്ഷേ ചരിത്രത്തിൽ എപ്പോഴൊക്കെ പോളിംഗ് ശതമാനം ഇടിയുന്നുണ്ടോ അപ്പോഴെല്ലാം LDF തങ്ങളുടെ സീറ്റ് വിഹിതം വർദ്ധിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും. ഇനി ഓരോ മണ്ഡലങ്ങളിലൂടെയും നമ്മളൊന്ന് കടന്നുപോയാൽ, കാസർഗോഡ് 2019 80.66% 2024 ആകുമ്പോൾ അത് 76% 4% കുറവ്. കണ്ണൂരിൽ 2019 83.28 ആയിരുന്നത് 2024 77.21 6% കുറവ് കണ്ണൂരിൽ രേഖപ്പെടുത്തുന്നു. വടകരയിൽ 2019 82.7 ആയിരുന്നത് ഇപ്പോൾ 2024 78.41% അപ്പോഴും ഏകദേശം 4% കുറവ്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ച മണ്ഡലത്തിൽ 80.37% ആയിരുന്നത് 73.57% ശരാശരി 7% കുറവ്. കോഴിക്കോട്ടേക്ക് എത്തിയാൽ 2019 81.7 ആയിരുന്നത് 75.52 മാറുന്നു, ശരാശരി 6% കുറവ്. മലപ്പുറത്ത് 2019 75.5 ആയിരുന്നത് 72.95 മാറുന്നു, ലീഗിന്റെ കോട്ടയിൽ തന്നെ ശരാശരി 3% കുറവ്. പൊന്നാനിയിൽ 74.98 ആയിരുന്നത് 69.34 ആവുന്നു, ശരാശരി 5% കുറവ് പൊന്നാനിയിൽ. പാലക്കാട്ട് 2019 77.77 ആയിരുന്നത് 73.57 ആവുന്നു, ശരാശരി 4% കുറവ് പാലക്കാട്ട്. ആലത്തൂരിൽ 2019 80.47 ആയിരുന്നത് 2024 73.42 മാറുന്നു,
ശരാശരി 6.5% കുറവ്. തൃശ്ശൂരിൽ 2019 77.94 ആയിരുന്നത് 2024 72.90 മാറുന്നു. 5% കുറവ്. ത്രികോണ മത്സരം നടന്ന തൃശ്ശൂരിലും. ചാലക്കുടിയിൽ 2019 80.51 71.94 ആയിട്ട് മാറുന്നു. 8% ഇടിവ് ചാലക്കുടിയിൽ ഉണ്ടാവുന്നു എന്നത് മുന്നണികളെ ആശങ്കപ്പെടുത്തുന്നു. എറണാകുളത്ത് 2019 77.64 എന്നത് 2024 ആകുമ്പോഴേക്കും 68% മാറുന്നു. വീണ്ടും ശരാശരി 6% കുറവ് എറണാകുളത്ത് രേഖപ്പെടുത്തുന്നു. ഇടുക്കിയിൽ 76.36 66.55 ഇടിയുന്നു. അതായത് 9% ഇടിവാണ് ഇടുക്കിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കോട്ടയത്ത് 75.47 65.61% കുറയുന്നു. അവിടെയും 9% കുറവ്. ആലപ്പുഴയിൽ 80.35 KC വേണുഗോപാലും ആരിഫും ഏറ്റുമുട്ടിയ ആലപ്പുഴയിൽ 75.05% താഴ്ന്നിരിക്കുന്നു. ശരാശരി 5% കുറവ്. മാവേലിക്കരയിൽ 74.33 65.95 ആയിട്ട് മാറുന്നു. 9% കുറവ്. പത്തനംതിട്ടയിൽ തോമസ് ഐസക്കും ആന്റണിയും അനിൽ ആന്റണിയും ഏറ്റുമുട്ടിയ മണ്ഡലത്തിൽ 74.3 എന്നുള്ളത് 63.37% ആവുന്നു. 10% കുറവ് പത്തനംതിട്ടയിൽ. കൊല്ലത്ത് 2019 74% ആയിരുന്നത് 68.15% മാറുന്നു. അവിടെയും 5% വോട്ടിന്റെ കുറവ്. ആറ്റിങ്ങലിൽ 2019 74.48 ആയിരുന്നത് 2024 69.48 മാറുന്നു. അവിടെയും 4% കുറവ്. തിരുവനന്തപുരത്ത് 2019 73.77 ആയിരുന്നത് 2024 66.47% മാറുന്നു. 6% കുറവ് രേഖപ്പെടുത്തുന്നു. ഈ കണക്കുകൾ നമ്മളോട് പറയുന്ന മറ്റു വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. 2019 2021 2024 കണക്കുകൾ നമ്മളോട് പറയുന്നു 2019 2021 അപേക്ഷിച്ച് കൂടുതൽ വോട്ടർമാർ രജിസ്റ്റർ ചെയ്തിരുന്നുവെങ്കിലും വോട്ടർമാരുടെ കണക്കുകളിൽ കുറവായിട്ടാണ് കാണപ്പെടുന്നത്. 2019 2,03,00,000 വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിരുന്നുവെങ്കിൽ 2021 ആകുമ്പോഴേക്കും 2,09,00,000 വോട്ടർമാർ കൂടുതൽ വോട്ട് ചെയ്യാനായി എത്തുന്നു. 2,09,00,000 വോട്ടർമാർ നിയമസഭയിൽ വോട്ടിട്ടുവെങ്കിൽ 2024 ആകുമ്പോഴേക്കും അത് 1,99,00,000 താഴുന്നതായിട്ട് കാണാൻ സാധിക്കും. 2019 2,03,00,000 പേർ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയെങ്കിൽ 2024 എത്തുന്നതാകട്ടെ 1,99,00,000. അതായത് ഏകദേശം 4-4.5 ലക്ഷം വോട്ടർമാരുടെ കുറവ് 2019 അപേക്ഷിച്ച് 2024 ഉണ്ട് എന്നർത്ഥം. ഇനി കൗതുകകരമായ മറ്റൊരു കണക്ക് കൂടി ഞാൻ പ്രേക്ഷകരോട് പറയാം. 2014 മുതലുള്ള തിരഞ്ഞെടുപ്പുകൾ നമ്മൾ പരിശോധിച്ചാൽ പോളിംഗ് പെർസെൻറ്റേജും സീറ്റും തമ്മിലുള്ള ഒരു കോറിലേഷൻ പ്രേക്ഷകർക്ക് കാണാം. ദീർഘമായൊരു കണക്ക് നമ്മുടെ മുന്നിലുണ്ട്. ആ കണക്കിലേക്ക് വരാം. അതിനു മുൻപ് 2019 ലോക്സഭയിൽ 77.84% പോൾ ചെയ്യുമ്പോൾ UDF 19 സീറ്റുകൾ സ്വന്തമാക്കുന്നു. 2021 പോളിംഗ് ശതമാനം 76.47% ആകുമ്പോൾ LDF 99-ഉം UDF 41 സീറ്റുകളിലേക്ക് നിയമസഭയിൽ ചുരുങ്ങുന്നു. ലോക്സഭയിൽ 2024 76.47% ആകുമ്പോൾ ഇതെങ്ങനെയാണ് സീറ്റായിട്ട് മാറുക എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. 1970 മുതലുള്ള കണക്കുകൾ നമ്മൾ പരിശോധിച്ചാൽ പോളിംഗ് ശതമാനം എപ്പോഴൊക്കെ 76% മുകളിലായിട്ടുണ്ടോ അപ്പോഴെല്ലാം UDF ഒരു അപ്പർ ഹാൻഡ് ഉണ്ട്. എന്നാൽ പോളിംഗ് ശതമാനം 70%, 71% അതിലും താഴെയാകുമ്പോഴെല്ലാം LDFും ഒരു അപ്പർ ഹാൻഡ് നേടുന്നതായി കാണാൻ സാധിക്കും. നമുക്കിപ്പോൾ അതിഥികളായി CPM-ൽ നിന്നും അഡ്വക്കേറ്റ് K അനിൽകുമാർ, കോൺഗ്രസിൽ നിന്നും രാജു പി നായർ, BJP-യിൽ നിന്നും ഷാജി രാഘവൻ എന്നിവരാണ് ചർച്ചയ്ക്ക് ചേരുന്നത്. ആദ്യം ഞാൻ പോകുന്നത് UDF-ലേക്കാണ്, രാജു പി നായറിലേക്കാണ്. രാജു പി നായർ, കഴിഞ്ഞ തവണ വലിയ തരത്തിലുള്ള ഒരു രാഹുൽ തരംഗമുണ്ടായിരുന്നു, ഒരു രാഹുൽ ഇഫക്റ്റ് ഉണ്ടായിരുന്നു. 77% പോളിംഗ് ശതമാനം ഉയർത്തിയത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വമാണെന്ന് നിസ്സംശയം പറയാം. ഒപ്പം ശബരിമല അടക്കമുള്ള വിഷയങ്ങളുണ്ടെങ്കിലും അന്നൊരു മന്ത്രിസഭ രൂപീകരിക്കാൻ രാഹുൽ ഗാന്ധിക്കും കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു. ഇത്തവണ ആ പ്രതീക്ഷ കൈവിട്ടതാണോ പോളിംഗ് ശതമാനം കുറയാനുള്ള കാരണം? രാഹുൽ ഇഫക്റ്റ് ഗ്രൗണ്ടിൽ ഏശിയില്ലേ? ഒരിക്കലല്ല, ഞാൻ അതിലേക്ക് എത്താം. അതിനു മുമ്പായിട്ട് ഞാനൊരു രാഷ്ട്രീയത്തിന് അപ്പുറമുള്ളൊരു സ്റ്റേറ്റ്മെന്റ് പറയാം. നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ 142 കോടിയോളമുള്ള ജനങ്ങളിൽ ഏകദേശം 60 കോടി ജനങ്ങളാണ് സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയത്. അതിന്റെ 38% നേടിയാണ് നരേന്ദ്രമോദി അധികാരത്തിലേക്ക് എത്തിയത്. എന്ന് വെച്ചാൽ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ തീരുമാനം ഇല്ലാതെ അല്ലെങ്കിൽ അവരുടെ പൗര ഉത്തരവാദിത്വം നിർവഹിക്കാത്തതിന്റെ പേരിലാണ് നമ്മളുടെ എല്ലാം ജീവനുകളെ അല്ലെങ്കിൽ ജീവിതത്തെ എല്ലാം മാറ്റിമറിക്കുന്ന അപകടത്തിലാക്കുന്ന രീതിയിൽ ഈ രാജ്യത്തിന്റെ ഭരണം
മുന്നോട്ട് പോയത്. അപ്പോൾ വോട്ട് എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ ആയുധമാണ്. അത് ഒരാളും അത് വിനിയോഗിക്കാതിരിക്കുന്നത് നമ്മുടെ ജീവിതത്തോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു വഞ്ചനയാണ് എന്നുള്ളത് മാത്രം ഞാൻ ആദ്യം ഒരു ജനറിക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറഞ്ഞു വെക്കട്ടെ. പിന്നെ അങ്ങ് പറഞ്ഞതിലേക്ക് രാഹുൽ ഗാന്ധിയുടെ എഫക്റ്റ് തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിലും ഉണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനുള്ളതിനേക്കാൾ വലിയ രീതിയിൽ ഇന്ന് ഈ രാജ്യം തിരിച്ച് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വം ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്നും ഒരു കൂട്ടുകക്ഷി ഇന്ത്യയുടെ മുന്നണിക്ക് വലിയ സാധ്യതകളുണ്ടെന്നും കൽപ്പിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അതിപ്പോൾ കഴിഞ്ഞ 2 ഫേസ് പോളിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ വരുന്ന അഭിപ്രായങ്ങളിൽ നിന്നും കണക്കുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ അത് ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. പിന്നെ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പെർസെൻറ്റേജ് കുറയുന്നതിന് പല കാരണങ്ങളുണ്ടായിട്ടുണ്ട്. ഒന്ന്, വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഇരട്ടിപ്പാണ്. ആ ഇരട്ടിപ്പ് കുറേയധികം ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഏകദേശം 1-2% 1%-എങ്കിലും പല നിയോജക മണ്ഡലങ്ങളിലും വോട്ടിരട്ടിപ്പ് കൊണ്ടുള്ള വർധനവുണ്ടായിട്ടുണ്ട്. 2, വോട്ടർ ലിസ്റ്റിന്റെ പൂർണ്ണമായൊരു ശുദ്ധീകരണം നടന്നിട്ടില്ല. പല മരണപ്പെട്ടവരും സ്ഥലത്തില്ലാത്തവരുമായിട്ടുള്ള ആൾക്കാരെല്ലാം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ യുവജനങ്ങളിൽ വലിയ ഒരു പങ്ക് ഞങ്ങൾ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പൊക്കെ കണ്ടപ്പോൾ വളരെ കൃത്യമായിട്ട് കണ്ടതാണ്. പുതിയ തലമുറയിൽപ്പെട്ട പല ആൾക്കാരും ഇന്ന് നാട്ടിലില്ല, അവരെല്ലാം പുറത്തു പോയിരിക്കുന്ന സാഹചര്യമുണ്ട്. ആ വോട്ടുകളെല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. മൂന്നാമത്തെ ഒന്ന് നമ്മുടെ കാലാവസ്ഥയാണ്. വലിയ ചൂടുണ്ടായിരുന്നു. ആ ചൂട് പലപ്പോഴും ആൾക്കാരെ പോളിംഗ് ബൂത്തിലേക്ക് വരുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചു എന്നുള്ളത് ശരിയാണ്. നാലാമത്തെ ഒരു ഘടകമുള്ളത് പോളിംഗ് ഓഫീസർമാരുടെ അനാസ്ഥ ഉണ്ടായിരുന്നു. പല പോളിംഗ് സ്റ്റേഷനുകളിലും വലിയ രീതിയിലുള്ള ക്യൂ രൂപപ്പെട്ടു. മണിക്കൂറുകളോളമുള്ള ക്യൂവിൽ ഈ ഉഷ്ണത്തിൽ നിൽക്കാൻ കഴിയാതെ ജനങ്ങൾ സമ്മതിദാനാവകാശം രേഖപ്പെടുത്താതെ പോയി എന്നുള്ളൊരു ഘടകമാണ്. ഞാൻ തന്നെ വോട്ട് ചെയ്യുമ്പോൾ നമ്മളത് കുത്തി കഴിഞ്ഞാൽ ഏകദേശം 10 സെക്കൻഡ് കഴിഞ്ഞാണ് ഒരു വോട്ടിങ്ങിന്റെ ഒരു പ്രോസസ്സ് തീർന്നിരുന്നത് ആ ബാലറ്റിൽ. അപ്പോൾ വലിയ ഡിലേ ഉണ്ടായി എന്നുള്ള ഒരു വസ്തുതയാണ്. ഇനി രാഷ്ട്രീയമായ കാരണം ഇടതുപക്ഷ മുന്നണിയുടെ വോട്ടുകൾ പ്രത്യേകിച്ച് സി പി എമ്മിന്റെ വോട്ടുകൾ വലിയ രീതിയിലൊരു മന്ദത ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ്. അതിന് നമ്മുടെ ബഹുമാന്യായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറുടെ തെരഞ്ഞെടുപ്പ് ദിവസത്തെ VS അച്യുതാനന്ദൻ മോഡൽ പ്രയോഗം വലിയൊരു രീതിയിൽ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. ഇപ്പൊ ഞാൻ എൻ്റെ തന്നെ ഫ്രണ്ട്സ് ലിസ്റ്റിലുള്ള പുറത്ത് ഓസ്ട്രേലിയയിലുള്ള ഒരു ഇടതുപക്ഷ സ്വഭാവമുള്ള മാധ്യമപ്രവർത്തകൻ, അദ്ദേഹം ഇട്ടിരുന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. അവസാനം സഖാക്കളെ എങ്ങനെയെങ്കിലും എൻ്റെ ബൂത്തിൽ വോട്ടിംഗ് ശതമാനം ഇത്രയായിട്ടുള്ളൂ, സഖാക്കളെ നിങ്ങൾ ഇറങ്ങി ആൾക്കാരെ കൊണ്ടുവരുമെന്ന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ആ സമയം 4 മണിയൊക്കെയപ്പോൾ ഇട്ട ഒരു പോസ്റ്റുണ്ട്. അപ്പൊ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ വോട്ടുകളിൽ കാര്യമായ ഒരു നിശ്ചലാവസ്ഥ ഉണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ ഇടതുപക്ഷ മുന്നണിക്ക് കളം പിടിക്കാൻ കഴിയാത്ത രീതിയിൽ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം പോയത്. കാരണം ശരി, നമുക്കത് അനിൽകുമാറിനോട് ചോദിക്കാം. പക്ഷേ അതിന് മുമ്പ് എനിക്കുള്ള ചോദ്യം, വയനാട്ടിൽ കഴിഞ്ഞ തവണ രേഖപ്പെടുത്തിയതിനേക്കാൾ ശരാശരി 6% വോട്ടിന്റെ കുറവുണ്ട്. വയനാട് മാത്രം എടുക്കുന്നു. രാഹുൽ ഗാന്ധി വരുന്നു എന്നുള്ളത് കഴിഞ്ഞ തവണ വലിയ ആവേശമായി അത് ഏറ്റെടുത്തു. പക്ഷേ ഇത്തവണ ആവേശം ഗ്രൗണ്ടിൽ കാണാനേ ഉണ്ടായിരുന്നില്ല. അവിടെ 7% ആളുകൾ വോട്ട് ചെയ്യാൻ എത്തിയിട്ടില്ല പോളിംഗ് ബൂത്തിൽ. ഇനി ഈ കാരണങ്ങളൊക്കെ പറഞ്ഞാലും 5% ആളുകൾ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ശരാശരി 50,000 ആളുകൾ വോട്ട് ചെയ്യാനായി വയനാട് മണ്ഡലത്തിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അത് രാഹുൽ ഗാന്ധിയുടെ വോട്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ലോ. കാര്യം 4.5 ലക്ഷത്തോളം ഭൂരിപക്ഷം നേടിയൊരു മണ്ഡലമാണ്. അപ്പോൾ വയനാട് തന്നെ ഒരു ഉദാഹരണമാണ്. അല്ല അരുൺ, അവിടെ ഞാൻ പറഞ്ഞല്ലോ രാഷ്ട്രീയമായ പല കാരണങ്ങൾ അതിനകത്തുണ്ട്. ആനി രാജയുടെ തിരഞ്ഞെടുപ്പിൽ CPM എന്ത് സമീപനമാണ് എടുത്തിരുന്നത്? ഞാൻ വയനാട് 15 ദിവസം ഞാൻ അവിടെ ചാർജ് ഉണ്ടായിരുന്ന ആളാണ്. എനിക്ക് കൃത്യമായിട്ട് അറിയാം. CPM കളത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതാണ്. ആനി രാജയുടെ നോമിനേഷൻ കൊടുക്കുന്ന ദിവസം പോലും 1000 പേര് തികച്ചുണ്ടായിരുന്നില്ല. CPM പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു മാറി നിന്നൊരു തെരഞ്ഞെടുപ്പ് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലാണ്. കാര്യമായിട്ടുള്ള ഒരു പ്രവർത്തനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതല്ല, പോളിംഗ് ശതമാനം ഇടിയുമ്പോഴൊക്കെ LDFന്റെ സീറ്റ് വിഹിതം വർദ്ധിക്കുന്നതായി കാണാം. ഇപ്പോൾ 1980 62% പോളിംഗ് ചെയ്തുള്ളൂ. അന്ന് 11 സീറ്റാണ് LDF നേടിയത്. 99 69% പോളിംഗ്. അന്ന് നേടിയത് LDF 9 സീറ്റുകളാണ്. 2004 71% പോൾ ചെയ്യുമ്പോൾ 18 സീറ്റുകളാണ് LDF നേടുന്നത്. എന്നു പറഞ്ഞാൽ പോളിംഗ് ശതമാനം 71% അതിന് താഴെയോ ആകുമ്പോഴെല്ലാം LDFന് സീറ്റിന്റെ കാര്യത്തിൽ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. മറിച്ച് സീറ്റ് നിങ്ങൾ വോട്ട് 73, 74, 76, 77 ആകുന്ന സമയത്ത്, 79 ആകുന്ന സമയത്ത് UDFനും വലിയ ആനുകൂല്യം കാണുന്നു. ഇതൊരു പരമ്പരാഗതമായ ഒരു കാഴ്ചപ്പാടാണെങ്കിലും ആ കണക്കുകൾ റിഫ്ലക്ട് ചെയ്താൽ ഇത്തവണ 8 സീറ്റിലധികം LDF നേടുമെന്നല്ലേ അത് സൂചിപ്പിക്കുന്നത്? അതുകൊണ്ടില്ല, ഇത് പണ്ടത്തെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു സംഘടനാ സംവിധാനം വെച്ചിട്ടുള്ള ഒരു ചിന്തയാണ്. അത് തെറ്റാണെന്ന് പല തെരഞ്ഞെടുപ്പും തെളിയിച്ചിട്ടുണ്ട്.
അത് മാത്രമല്ല, ഞാൻ പറയട്ടെ, ഇനിയിപ്പോൾ അങ്ങയുടെ കണക്ക് ഞാൻ ഒരു വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ പോലും ഈ ഒരു 6% എന്ന് പറഞ്ഞാൽ ഏകദേശം 10 ലക്ഷം വോട്ടുണ്ടെങ്കിൽ 60,000 വോട്ടാണ്. അതിനൊരു 75% ഇനി കോൺഗ്രസിന്റെ വോട്ട് UDFന്റെ വോട്ടാണെന്ന് തന്നെ കരുതിക്കോളൂ. എന്നാൽ പോലും ഏകദേശം 35,000-40,000 വോട്ട് ഡിഫറൻസാണ്. ഇനി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെയും UDFന്റെയും സ്ഥാനാർത്ഥികൾ ജയിച്ചത് എത്ര ലക്ഷം വോട്ടുകൾക്കാണ് എന്നുള്ളത് ഓരോ മണ്ഡലം എടുത്ത് പരിശോധിച്ചോ. ഇനിയിപ്പോൾ അങ്ങയുടെ വാദം അംഗീകരിച്ചാൽ പോലും അങ്ങ് പറയുന്ന പോളിംഗ് ശതമാനം 6% കുറഞ്ഞതുകൊണ്ട് LDF ജയിക്കുന്നു പറയുന്ന വാദം നിലനിൽക്കില്ല. ഇനി രാഷ്ട്രീയമായിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ അനുകൂലമായിട്ടുള്ള തരംഗം, അനുകൂലമായിട്ടുള്ള കാലാവസ്ഥ UDFനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ രാഷ്ട്രീയമായിട്ട് നോക്കിയാലും അങ്ങയുടെ വാദം LDF വോട്ട് ലഭിക്കും, സീറ്റ് ലഭിക്കും എന്നുള്ള വാദം നിലനിൽക്കുന്നതല്ല. ശരി, അനിൽകുമാർ, ഇവിടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഈ പോളിംഗ് ശതമാനം കുറയാനുള്ള ഒരു കാരണമായി ചിലർ ചൂണ്ടിക്കാട്ടുന്നത് പ്രതിപക്ഷത്തിന്റെ ഈ തമ്മിലുള്ള പയറ്റും വിഴുപ്പലക്കും വോട്ടർമാരെ അല്പം ആശയക്കുഴപ്പത്തിലാക്കിയോ. നരേന്ദ്രമോദിക്കെതിരെയുള്ള വിധിയെഴുത്തിനു വേണ്ടി വരാൻ തയ്യാറെടുത്തിരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേൾക്കുന്നത് രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രിക്കെതിരെ. പ്രതിപക്ഷത്തിന്റെ ഐക്യമില്ലായ്മ ഈ വോട്ടിങ്ങിന്റെ പോളിംഗ് ശതമാനത്തിന്റെ കുറവിനായി ഒരു കാരണമായിട്ടുണ്ടാകുമോ? അങ്ങനെയാണെങ്കിൽ LDFനും ദോഷം ചെയ്യും. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള തെരഞ്ഞെടുപ്പിലാണ്, അടിയന്തരാവസ്ഥ കാലത്ത് ജനതാ പാർട്ടി എന്ന സംവിധാനം, കോൺഗ്രസിൻ്റെ ഒരു ഐക്യമുന്നണി, ഇത് തമ്മിലുള്ള പോരാട്ടം നടന്നത്. ആ തെരഞ്ഞെടുപ്പിൽ ക്ലീൻ സ്വീപ്പായിരുന്നു അന്നത്തെ മുന്നണിക്ക്. 1980-ലാണ് ഇന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ ആദ്യ രൂപം ഉണ്ടായത്. അന്ന് കേരളത്തിലെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഏതാണ്ട് 10-10 അന്ന് ആൻ്റണി ഗ്രൂപ്പ് LDFൻ്റെ ഭാഗമായിരുന്നു, KM മാണിയുടെ പാർട്ടി LDFൻ്റെ ഭാഗമായിരുന്നു. 10-10. പിന്നീട് 82-ൽ ഈ മുന്നണി വന്ന ശേഷം LDF ഏറ്റവും വലിയ മുന്നണി സംവിധാനത്തിൽ മത്സരിക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുപ്പ്. അതാണ് LDFൻ്റെ മേൽക്കൈയുടെ ഒരു കാരണം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം, ഈ കഴിഞ്ഞ 10-15 കൊല്ലക്കാലത്തെ എല്ലാ തെരഞ്ഞെടുപ്പുകളും നോക്കിയാൽ, ബാബറി മസ്ജിദിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഇവിടുത്തെ എല്ലാ തെരഞ്ഞെടുപ്പുകളും നോക്കിയാൽ ഇതേപോലുള്ള മുന്നണി സംവിധാനത്തിലാണ് പരസ്പരം ഏറ്റുമുട്ടുന്നത്. BJPക്ക് സഹായകരമായിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലാരും നിൽക്കാറില്ല. കേന്ദ്രത്തിൽ പോയി എന്ത് നിലപാടെടുത്താലും ആ നിലപാടെടുക്കുമ്പോൾ തന്നെ നമ്മുടെ കേരളത്തിനകത്ത് BJPയുമായി ഒരു പൊരുത്തപ്പെടലിനും ആരും തയ്യാറല്ല. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി 91-ൽ കോലീബി സഖ്യം കോൺഗ്രസ് ഉണ്ടാക്കിയിട്ടുണ്ട്. കോൺഗ്രസ്, ലീഗ്, BJP മാരാരുടെ പരീക്ഷണം, അത് ചെറിയ സീറ്റിലേ ഉള്ളൂ കരുണാകരൻ്റെ നേതൃത്വത്തിൽ. പക്ഷേ പൊതുവിൽ മുന്നണി രാഷ്ട്രീയത്തിനകത്ത് ബലാബലത്തിൽ രണ്ടുപേരും പരസ്പരം ഏറ്റുമുട്ടുന്നതാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തവണ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ പിണറായിയും തമ്മിലുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയ സംഘടനം, അതായത് കെജ്രിവാളിനെ ജയിലിലിട്ട കോൺഗ്രസിൻ്റെ വഴിപിഴച്ച നയം കേരളത്തിൽ തുടരാൻ രാഹുൽ ഗാന്ധി എടുത്ത നിലപാട്, അത് ഇന്ത്യ രാജ്യത്തിൻ്റെ രാഷ്ട്രീയത്തിന് കഠാര ഇറക്കുന്നതാണ്, ഇന്ത്യ മുന്നണിക്ക് കഠാര ഇറക്കുന്നതാണ് എന്ന് ബഹുമാനപ്പെട്ട പിണറായിയുടെ വാദം. അതൊന്നും ജനങ്ങളുടെ മനസ്സിനകത്ത് LDFനെതിരായി വിപ്രതിപത്തിക്ക് കാരണമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ആൻറ്റി ഇൻകംബൻസി ഉണ്ടായിരുന്നു. ആൻറ്റി ഇൻകംബൻസി 18 UDF MPമാരുടെ എതിരായിട്ടായിരുന്നു. അതിലൊരാൾ രാഹുൽ ഗാന്ധിയാണ്. അതിന് കാരണം എന്താണ്? നിങ്ങൾക്ക് രാഹുൽ ഗാന്ധിക്ക് നേരിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടി വല്ലാത്തൊരു ആവേശമുണ്ടെങ്കിൽ എങ്ങനെയാണ് വയനാട്ടിൽ 7% വോട്ട് കുറയുന്നത്? ഞാൻ ഈ കേരളത്തിലെ വോട്ടിംഗ് പാറ്റേണിലെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത അരുൺകുമാറിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താം. വടക്കൻ കേരളത്തിലെ മണ്ഡലങ്ങൾ നോക്കൂ. വടക്കൻ കേരളത്തിലെ മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തിന് ജയിച്ചിട്ടുള്ളതായ മണ്ഡലങ്ങളിൽ വോട്ടിങ്ങിൻ്റെ ഈ കുറവ് എന്ന് പറയുന്നത് ഏതാണ്ട് 5% പരിമിതപ്പെട്ട് നിൽക്കുകയാണ്. ഏതാണ്ട് 5%. ആലപ്പുഴയിലും അതേ പ്രവണത കാണാം. 5%-അടുത്താണ് വോട്ടിങ്ങിൻ്റെ കുറവ് പരിമിതപ്പെട്ട് നിൽക്കുന്നത്. എന്നാൽ ചാലക്കുടി തൊട്ട് തെക്കോട്ടുള്ള മണ്ഡലങ്ങളിലെ മധ്യകേരള മണ്ഡലങ്ങൾ നോക്കൂ, 9%, 11% ഒക്കെയാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. അപ്പോൾ പ്രധാനമായും ഉന്നയിക്കുന്ന കാര്യം ചാലക്കുടി, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, മാവേലിക്കര ഇത്രയും മണ്ഡലങ്ങളിലെ വോട്ടിംഗ് കുറവിന് എന്ത് ന്യായം പറയും? കേരളത്തിൽ എല്ലായിടത്തും ചൂടുണ്ട്. അപ്പോൾ വടക്കൻ കേരളത്തിലെ ഇടതുപക്ഷ സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ 5%-ഓ 6%-ഓ പോളിംഗ് പെർസെൻറ്റേജ് താന്നു. എന്നാൽ ഇടതുപക്ഷ സ്വാധീനം കുറവുള്ള UDFൻ്റെ മുന്നേറ്റം ഉണ്ടായിരുന്ന പരമ്പരാഗത UDF മണ്ഡലങ്ങളിൽ 11-12% വോട്ടിംഗ് താന്നു. ഇതിന് കാരണം ഈ ഇപ്പോൾ ബഹുമാനപ്പെട്ട രാജു പി നായർ പറഞ്ഞ കാരണങ്ങളാണോ?
നമ്മൾ സാമാന്യമായി വിലയിരുത്തിയാൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ LDF UDFും വോട്ട് പെട്ടിയിലായതുകൊണ്ട് നമ്മളാരും ജയിപ്പിക്കാനും പറ്റത്തില്ല, തോൽപ്പിക്കാനും പറ്റത്തില്ല. നമുക്ക് രാഷ്ട്രീയമായി മാത്രമേ സംസാരിക്കാൻ പറ്റൂ. ആദ്യമായിട്ട് ഞാൻ പറയുന്നത് ഈ ചർച്ചയിൽ പറയുന്ന വാദം, ഒന്ന്, ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇന്ത്യ മുന്നണി വിജയിച്ചിട്ടുണ്ട്. അതിൽ ഒരു സീറ്റ് പോലും BJPക്ക് കിട്ടില്ല എന്നാണ് CPMൻ്റെ ഒന്നാമത്തെ വാദം. രണ്ടാമത്, ഇന്ത്യ മുന്നണിയിൽ ആര് പോകണമെന്നായിരുന്നു പ്രധാനപ്പെട്ട തർക്കം. ആ തർക്കത്തിനകത്ത് UDFിനോടുള്ള വിപ്രതിപത്തി ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമായി എന്നാണ് ഞങ്ങളുടെ വാദം. അതെങ്ങനെ പ്രകടമായി? ഉത്തര കേരളത്തിൽ ഇടതുപക്ഷ സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ കുറവ് വന്ന് ശതമാനം നോക്കിയാൽ UDFിൻ്റെ പോളിംഗിലാണ് ഇടിവുണ്ടായതെന്ന് ആ ഓരോ മണ്ഡലങ്ങളിലെയും ഏത് മണ്ഡലത്തിൽ കുറഞ്ഞു വന്ന് പരിശോധന നടത്തിയത് നിങ്ങൾക്ക് കണ്ടെത്താം. ഞാൻ കോട്ടയത്തിനും സംസാരിക്കുമ്പോൾ കോട്ടയത്തെ അവസ്ഥ ഞാൻ പറയാം. കോട്ടയത്ത് UDFിന് മേൽക്കൈയുള്ള പുതുപ്പള്ളി മണ്ഡലം, ഇവിടെ സഹതാപതരംഗ ആചരിച്ച തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനം അവിടെ പോയി. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി മരിച്ച ശേഷം 1 മാസത്തിനകം നടന്ന സഹതാപതരംഗ തെരഞ്ഞെടുപ്പിലെ പുതുപ്പള്ളിയിലെ പോളിംഗ് ശതമാനം എവിടെ ഒലിച്ചുപോയി? എന്താ ഒലിച്ചു പോകാൻ കാരണം? ഇടതുപക്ഷത്തിനെതിരെ ഇവിടെ വികാരം ഉണ്ടെങ്കിൽ പിന്നെ പുതുപ്പള്ളി വന്ന് വോട്ടിയാത്ത എന്താ? UDFിന് MLAമാരുള്ള മണ്ഡലങ്ങളിൽ പോളിംഗ് കുറഞ്ഞിരിക്കുന്നു, LDFിന് MLAമാരുള്ള മണ്ഡലങ്ങളിൽ പോളിംഗ് ഉയർന്നു നിൽക്കുന്നു. ഇത് കാണിക്കുന്നത് എന്താണ്? ഇത് തന്നെ പത്തനംതിട്ട കാണാം. അടൂർ കോന്നി മണ്ഡലങ്ങളിൽ പോളിംഗ് ഉയരുകയും UDFിന് മുമ്പ് ശക്തി ഉണ്ടായിരുന്ന മണ്ഡലങ്ങളിൽ കേരള കോൺഗ്രസ് LDFിലേക്ക് വന്ന ശേഷം നടക്കുന്നൊരു തെരഞ്ഞെടുപ്പിൽ പോളിംഗ് കുറയുകയും ചെയ്യുന്നത് എന്ത് ഇൻഡിക്കേഷനാണെന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് ഇന്ന് സ്ഥാപിക്കേണ്ട കാര്യമില്ല, ആളുകൾ മനസ്സിലാക്കുന്ന കാര്യമാണ്. ഇവിടെ വ്യക്തതയോടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്നത്തെ കോൺഗ്രസിൻ്റെ സംഘടനാ രൂപത്തെ ആർക്കെങ്കിലും സന്തോഷത്തോടെ സ്വീകരിക്കാൻ പറ്റുമോ? വോട്ട് ചെയ്യാൻ പറ്റുമോ? UDFിൻ്റെ ആൻറ്റി ഇൻകംബൻസി ഞങ്ങൾ പറഞ്ഞു. ബഹുമാനപ്പെട്ട VD സതീശൻ 2 കളവ് പറഞ്ഞു, അത് തൊണ്ട് സഹിതം പിടിക്കപ്പെട്ടു. ആളുകളിത് കാണുന്നില്ലേ? എന്താ സതീശൻ പറഞ്ഞൊരു കളവ്? കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ പൗരത്വ ഭേദഗതി നിയമമുണ്ട്, അതിനെക്കുറിച്ച് പരാമർശമുണ്ട്, പേജ് 11 വായിച്ചാൽ മതി, കണ്ടുപിടിക്കാം. എല്ലാവരും വായിച്ചു നോക്കി. സതീശൻ പറഞ്ഞതിൻ്റെ എത്തില്ല. കരുണാകരൻ്റെ മകൾ BJPയിലേക്ക് പോയത് ലോകനാഥ് ബെഹ്റ ഇടനില നിന്നിട്ടാണെന്ന് പറഞ്ഞു. തെളിവ് കൊണ്ടിരുന്നു പറഞ്ഞു. ഒരു തെളിവുമില്ല. ഇലക്ട്രൽ ബോണ്ട് CPM വാങ്ങിച്ചു എന്ന് എന്തൊക്കെ ആലപ്പുഴ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. എവിടെ അതിൻ്റെ തെളിവ്? എവിടെ? അപ്പം നുണ പറയുന്നൊരു പ്രതിപക്ഷ നേതാവ്, അത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഇനി KPC പ്രസിഡന്റ് എങ്ങനെയാണ് മൈക്കിന് പിടിവലി കൂടുന്നതെന്ന് നമുക്കറിയാമല്ലോ. ഓക്കെ, അതായത് താങ്കളുടെ ആരോപണം കണക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഡിഫൻസ് ആണ്. എനിക്ക് രാജുവിന്റെ ഒരു അഭിപ്രായം കൂടി വേണം. രാജു P. നായർ, ഞാൻ അതിലേക്ക് വരാം, ഷാജി രാഘവനിലേക്കും എത്താം. അതിന് മുമ്പ് എനിക്കൊരു ചെറിയ ഇടവേള വേണം. ഈ UDFിന്റെ MLAമാരുള്ള മണ്ഡലങ്ങളിൽ പോളിംഗ് പെർസെൻറ്റേജ് LDFിലെ MLAമാരുള്ള മണ്ഡലം ഏറ്റിരുന്നുവെങ്കിൽ വോട്ട് ചെയ്യാൻ ആളുകൾ കൂട്ടത്തോടെ എത്തേണ്ടിയിരുന്നു. തിരുവനന്തപുരത്തും തൃശ്ശൂരിലുമെങ്കിലും ചുരുക്കത്തിൽ. പക്ഷേ രണ്ടിടത്തും തിരുവനന്തപുരത്ത് ശരാശരി 6%, തൃശ്ശൂരിൽ 5%-ന്റെ വോട്ടിന്റെ കുറവ് കാണുന്നു. അപ്പോൾ മോദിയുടെ ഗ്യാരണ്ടിയെ ചുരുങ്ങിയത് കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടർമാർ തള്ളി എന്നാണോ മനസ്സിലാക്കേണ്ടത് ഷാജി രാഘവൻ? അതങ്ങനെയല്ല ഡോക്ടർ അരുൺ. നമുക്കറിയാം, രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പ്രബുദ്ധരായ മലയാളികൾ ആ പ്രക്രിയയുടെ ഭാഗമാകാൻ വേണ്ടി എപ്പോഴും വലിയ താല്പര്യം കാണിച്ചിട്ടുള്ളവരാണ്. അതിനൊരു അപവാദം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു. 1980, അതുപോലെ തന്നെ 1999 ഒക്കെ തന്നെ അതിനൊരു അപവാദമായി വളരെ വോട്ടിംഗ് നില താന്നിട്ടുണ്ട്, വോട്ടിംഗ് ശതമാനം താണിട്ടുണ്ട്. ഇത്തവണ ഏതാണ്ട് 9%-ത്തിനടുത്ത് വോട്ടിംഗ് ശതമാനം കുറയുമ്പോൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് ആദ്യമേ തന്നെ പറയാനുള്ളത്, 2 മുന്നണികളുടെയും പ്രതിനിധികൾ, എൻ്റെ സുഹൃത്തുക്കൾ ഇവിടെ പറഞ്ഞത് വളരെ വസ്തുതാവിരുദ്ധമായ വിലയിരുത്തലാണ്. സത്യത്തിൽ കേരളത്തിൽ സംഭവിച്ചിട്ടുള്ളത്, വലിയ തോതിൽ 2 മുന്നണിയുടെയും പ്രവർത്തകർ കഴിഞ്ഞ കാലങ്ങളിൽ ആ മുന്നണിക്ക് വോട്ട് ചെയ്ത വലിയൊരു ജനവിഭാഗവും അവർ വളരെ നിർവീര്യരായിരുന്നു, വളരെ നിസ്സംഗരായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം, നമ്മുടെ രാജ്യത്തൊരു പ്രത്യേക സാഹചര്യം ഉണ്ടായി. തെരഞ്ഞെടുപ്പിന് വളരെ മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പിന് ശേഷം ആരധികാരത്തിൽ വരും എന്നതിനെപ്പറ്റി ഒരു കൃത്യത സാധാരണ ജനങ്ങളിൽ പോലും പരന്ന ഒരു ഘട്ടത്തിലാണ് കേരളത്തിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പിന്നീട് ഇവിടെ ശ്രീ അനിൽകുമാർ സൂചിപ്പിച്ചതുപോലെ അവരുടെ മുമ്പിൽ പിന്നെ അവർക്ക് ചെയ്യാനുണ്ടായിരുന്നത് കേരളത്തിൽ നിന്ന് കഴിയുന്നത്ര അവരുടേതായ ആൾക്കാരെ തെരഞ്ഞെടുത്ത് വിടുക എന്നുള്ളതിനപ്പുറത്ത്, കുറച്ചും കൂടെ വിശാലമായി പറഞ്ഞാൽ, ഇതിനു മുമ്പ് ഇടതുപക്ഷത്തിൻ്റെ ചില പ്രതിനിധികൾ ചില നേതാക്കന്മാർ സൂചിപ്പിച്ചതുപോലെ അവരുടെ പാർട്ടിയുടെ നിലനിൽപ്പിൻ്റെ സംരക്ഷണം, അതിനപ്പുറത്ത് 2 മുന്നണികൾക്കും കേരളത്തിൽ മത്സരിക്കുമ്പോൾ പൊതുമധ്യത്തിൽ കാര്യമായ വിഷയം അവതരിപ്പിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളരെ പോസിറ്റീവായ ക്യാമ്പയിനാണ് കേരളത്തിൽ സംഘടിപ്പിച്ചത്.
ഞങ്ങൾക്ക് അതിനുള്ള കൃത്യമായ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, പശ്ചാത്തലമുണ്ട്. രാജ്യത്ത് 10 വർഷം അധികാരത്തിലിരുന്ന നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങൾ ഒരു ഭാഗത്ത്, 2047 ആകുമ്പോഴത്തേക്കും രാജ്യം ചെന്നെത്താൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരു അമൃതകാലത്തേക്കുള്ള രാജ്യത്തിൻ്റെ റോഡ് മാപ്പ്, ആ റോഡ് മാപ്പ് ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടാണ് രാജ്യത്തും കേരളത്തും ഞങ്ങൾ മത്സരത്തിൽ രംഗത്തിറങ്ങിയത്. പക്ഷേ ഇടതുപക്ഷവും കോൺഗ്രസും കേരളത്തിൽ എന്താ ചെയ്തത്? അവർക്കൊരൊറ്റ ലക്ഷ്യം, ഒറ്റ ഫോക്കസ് എന്തായിരുന്നു? അവർ അവസാന ഘട്ടത്തിലെത്തി. താങ്കൾ സൂചിപ്പിച്ചു ശ്രീ രാഹുൽ ഗാന്ധിയും പിണറായി വിജയനും നടന്ന വാക്പോരുകളെ പറ്റിയിട്ടൊക്കെ. ഇന്ത്യ മുന്നണിയിലെ, കേരളത്തിന് പുറത്ത് ഒരുമിച്ച് നിന്ന് മത്സരിക്കുന്ന മുന്നണിയിലെ 2 ഘടകകക്ഷികൾ കേരളത്തിൽ നടത്തിയ ആ വാക്പോരുകൾ അതിൻ്റേതായ അർത്ഥത്തിൽ കേരളം ഉൾക്കൊണ്ടു എന്ന് ആർക്കും പറയാൻ സാധിച്ചില്ല. അതാണ് യാഥാർത്ഥ്യം. ആ കാപട്യം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എങ്ങനെയെങ്കിലും 2 മുന്നണികളിലും അവരുടെ പ്രതിനിധികളെ ജയിപ്പിക്കാൻ വേണ്ടി വഴിവിട്ട സമീപനമാണ് ഈ 2 മുന്നണികളും സ്വീകരിച്ചത്. അതിൽ അവരുടെ പാർട്ടിയുടെ നേതാക്കന്മാർക്ക്, പാർട്ടിയുടെ അണികൾക്ക്, പാർട്ടിക്ക് കാലാകാലങ്ങളായി വോട്ട് ചെയ്ത ജനവിഭാഗത്തിന് അതിശക്തമായ എതിർപ്പുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിൽ, അതിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്കറിയാം 2 മുന്നണികളും വളരെ മനഃപൂർവ്വമായി കേരളത്തിൽ ഒരു മതവിഭാഗത്തെ പ്രീണിപ്പിക്കാനുള്ളൊരു സമീപനം എടുത്തിട്ടുണ്ട്. അതിൻ്റെ അവസാന ഘട്ടം വരുമ്പോഴത്തേക്കും SDPഐയും PDP പോലെയുള്ള തീവ്രവാദ നിലപാടുള്ള സംഘടനകളെ കൂട്ടത്തിൽ കൂട്ടാൻ പോലും ഇവർ മടി കാണിച്ചിട്ടില്ല. ഇത് കാലാകാലങ്ങളായി ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും വോട്ട് ചെയ്യുന്ന അവരുടെ സാധാരണക്കാരായ പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും മുന്നണികളിലെ പ്രവർത്തകർക്കൊക്കെ ഇത് അവരെ സംബന്ധിച്ചോളം കടുത്ത തോതിലുള്ള നിരാശയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ കൊടി പോലും വയനാട്ടിൽ ഉയർത്താൻ സാധിക്കാത്ത സാഹചര്യം ആ മുന്നണിയിലെ ഒരു ഘടകകക്ഷി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് സാധാരണക്കാരായ, കേരളത്തിൽ ഇന്നലെ വരെ വോട്ട് ചെയ്ത UDFൻ്റെ സാധാരണക്കാരായ പ്രവർത്തകർക്കും അല്ലെങ്കിൽ വോട്ട് ചെയ്ത സാധാരണക്കാരായ ജനങ്ങൾക്കും അത് സഹിക്കാവുന്നതിലപ്പുറമാണെന്നുള്ള കാര്യത്തിൽ വല്ല സംശയം. ശരി, സമ്മതിച്ചു. പക്ഷേ അപ്പോൾ മോദി ഗ്യാരണ്ടിയിൽ വിശ്വസിച്ച് വോട്ട് ചെയ്യുമെന്ന് നിങ്ങൾ കരുതിയ വോട്ടർമാരെ നിങ്ങൾക്ക് ബൂത്തിലെത്തിക്കാൻ സാധിച്ചു. വലിയൊരു ആൾക്കൂട്ടം ഉണ്ടാവേണ്ടിയിരുന്ന ഇടങ്ങളിലെല്ലാം ഒഴിഞ്ഞ ഇടങ്ങളാണ്. 5% എന്ന് പറയുമ്പോൾ ഏറ്റവും നിർണായകമായ തിരുവനന്തപുരത്ത് 50,000-ഓളം വോട്ടർമാർ കുറഞ്ഞിരിക്കുന്നു കഴിഞ്ഞ തവണ വോട്ട് ചെയ്തതിൽ നിന്ന്. അത് ഏത് വിഭാഗത്തിലുള്ളവരാണ് കുറഞ്ഞത് എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി വന്ന് വലിയ മത്സരം കാഴ്ചവെക്കുന്നു എന്ന് പറയുമ്പോഴും അവിടെയും കുറയുന്നു 60,000-ഓളം വോട്ടർമാർ. അപ്പോൾ മോദിയുടെ ഗ്യാരണ്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ ക്യൂ നിൽക്കുമെന്ന് നിങ്ങൾ കരുതിയ വോട്ടർമാർ എത്തിയിട്ടുണ്ടെങ്കിൽ പോളിംഗ് ശതമാനം ഉയരണ്ടേ? ഈ നിസ്സംഗത വോട്ടർമാരെ ഉള്ളത് എന്ത് ചെയ്താലും അവർ അധികാരത്തിൽ വരും, പിന്നെന്തിന് വോട്ട് ചെയ്യണം എന്നതാണെങ്കിൽ കഴിഞ്ഞ തവണത്തെയോ അല്ലെങ്കിൽ 2004-ലെയോ ഫലമായിരിക്കും ആവർത്തിക്കുക. അല്ല, കേരളത്തിൽ ഇതിനേക്കാൾ വോട്ടിംഗ് ശതമാനം താഴെ പോകുമായിരുന്നു. ശ്രീ നരേന്ദ്രമോദി ഇവിടെ NDA പരിപാടികളിൽ, റാലികളിൽ ഉയർത്തിയ ആവേശമാണ്. ഞങ്ങളുടെ പ്രവർത്തകരും ഞങ്ങൾക്ക് കാലാകാലങ്ങളിൽ വോട്ട് ചെയ്തിട്ടുള്ളവരും വലിയ ആവേശത്തിലും ആത്മവിശ്വാസത്തിലുമാണ്. രാജസ്ഥാനിലെ പെറ്റുകൂട്ടുന്ന മനുഷ്യരെന്നും അവർക്ക് ഈ രാജ്യത്തിന്റെ സ്വത്ത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ വീതിച്ചു കൊടുക്കുമെന്നുമെല്ലാം പച്ചക്കള്ളം പറയുന്ന നരേന്ദ്രമോദിയുടെ പ്രസംഗം കേട്ടിട്ട് ഇവിടുത്തെ വോട്ടർമാർ ക്യൂ നിന്ന് വീണ്ടും നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യുമെന്ന് ഷാജി രാഘവൻ കരുതുന്നുണ്ടോ? ലവ് ജിഹാദ് പോലുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് വംശീയമായിട്ടുള്ള ഒരു വെറുപ്പ് പടർത്താൻ ശ്രമിച്ചാൽ BJP വോട്ട് ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ? അവർ വോട്ട് ചെയ്യാൻ വരുന്ന വാഹനത്തിലടിക്കുന്ന പെട്രോളിന്റെയും ഡീസലിന്റെയും, വീട്ടിൽ ചായ കുടിച്ചിട്ട് വോട്ട് ചെയ്യാൻ വരുമ്പോൾ കത്തിക്കുന്ന ഗ്യാസിന്റെയും ഒക്കെ വില കണ്ടാൽ നിങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ ഷാജി രാഘവൻ? തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ ഡോക്ടർ അരുൺ പറയുന്നത് പോലെ ചിന്തിക്കുന്നവരാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല. താങ്കളിപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞ ചില കാര്യങ്ങൾ പറഞ്ഞു. എന്തേ താങ്കൾ കോൺഗ്രസ് രാജ്യത്ത് പുറത്തിറക്കിയ പ്രകടന പത്രികയെപ്പറ്റി സംസാരിച്ചില്ല? അതിനെപ്പറ്റി താങ്കൾ സംസാരിക്കാതെ പ്രധാനമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ എന്തുകൊണ്ട് പ്രധാനമന്ത്രിക്ക് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഭരിക്കുന്ന മുന്നണിക്കെതിരായി നിൽക്കുന്ന, മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടി അല്ലെങ്കിൽ ആ മുന്നണി രാജ്യത്തിൻ്റെ മുമ്പിൽ വെച്ച ഒരു പ്രകടന പത്രികയുണ്ട്. ആ പ്രകടന പത്രികയിലെ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറയുക എന്നുള്ളത് തെരഞ്ഞെടുപ്പിൽ സാധാരണ നിലയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. പറഞ്ഞിട്ടുണ്ടോ ഈ പറയുന്ന ഒരു മുസ്ലിം വിഭാഗത്തിന് രാജ്യത്തിന്റെ സ്വത്തെടുത്ത് കൊടുക്കുമെന്ന്? എവിടെയാണ് പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത്? പച്ചക്കള്ളമല്ലേ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി രാജസ്ഥാനിൽ നിന്ന് വിളിച്ചു പറഞ്ഞത്? അല്ല, ഈ വിഷയം ഡോക്ടർ മൻമോഹൻ സിംഗ് ഒരു 10-12 വർഷം മുമ്പ് രാജ്യത്ത് പറഞ്ഞു. അതിനുശേഷം കോൺഗ്രസ് അജണ്ട മാറ്റിവെച്ചു. ഇന്ന് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഘട്ടത്തിൽ പ്രകടന പത്രിക തയ്യാറാക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൽ ഇവരെടുക്കുന്ന ഒരു സമീപനമുണ്ട്. ഈ 2 മുന്നണികളും ഇതേ സമീപനം രാജ്യത്ത് കോൺഗ്രസ് എടുത്തു. അതുകൊണ്ട് പ്രകടന പത്രികയിൽ ഈ രാജ്യത്തിൻ്റെ റവന്യൂവിൻ്റെ അതിൻ്റെ ഏറ്റവും ആദ്യത്തെ അവകാശം
ഒരു വിഭാഗം ജനങ്ങൾക്കെന്ന് ഒരു പാർട്ടിയുടെ പ്രകടന പത്രികയിൽ പറഞ്ഞാൽ ഇവിടെ പറഞ്ഞു അത് ശരിയല്ല എന്ന് രാജ്യത്തിന്റെ അങ്ങനെ ഒരു വാചകം പ്രധാനമന്ത്രി കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിൽ പ്രകടന നേതൃത്വം പത്രികയിലില്ല. കൊടുക്കുന്ന മുന്നണിയുടെ നിങ്ങൾ ഈ നേതാവ്. പറയുന്ന അത് ആ കാര്യങ്ങളെല്ലാം തരത്തിൽ സാമ്പത്തിക സർവേ വരുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യാഖ്യാനമാണ്. ജാതി സെൻസസിനോടൊപ്പം സാമ്പത്തിക സർവേ നടത്തുമെന്ന് മാത്രമാണ് ആ പ്രകടന പത്രികയിൽ പറയുന്നത്. അതിനപ്പുറത്തേക്കൊന്നും ആ പ്രകടന പത്രികയിൽ പറയുന്നില്ല. ബാക്കിയെല്ലാം ഈ പറയുന്ന വാദങ്ങളാണ്. അതും ഈ മുസ്ലിം വിഭാഗത്തെയൊക്കെ വിശേഷിപ്പിക്കുന്ന പദപ്രയോഗം എന്താ? ഇൻഫിൽട്രേറ്റേഴ്സ്, നുഴഞ്ഞുകയറ്റക്കാര്, ഒപ്പം തന്നെ പെറ്റുകൂട്ടുന്ന വിഭാഗക്കാര്. ഇങ്ങനെയൊക്കെ വംശീയമായി സംസാരിക്കുന്ന ഒരു മുന്നണിക്ക് കേരളം വോട്ട് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ടോ എന്നതായിരുന്നു എൻ്റെ ചോദ്യം. ഷാജി രാഘവൻ പറഞ്ഞതുപോലെ ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ അവിടെ നിൽക്കുന്നു. വികസനത്തിൻ്റെ റോഡ് മാപ്പിലേക്ക് വോട്ടർമാർ വന്നിട്ടുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ശ്രീ രാജു പി നായർ, നേരത്തെ ഷാജി രാഘവനും ഒപ്പം തന്നെ അനിലും പറഞ്ഞതിന് മറുപടി നൽകാം. അതിൽ അനിൽകുമാർ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യം, UDFിൻ്റെ MLA-മാരുള്ള മണ്ഡലങ്ങളിൽ വോട്ടിൻ്റെ ശതമാനം LDF MLA-മാരുള്ള മണ്ഡലങ്ങളെ അപേക്ഷിച്ച് കുറവാണ്. അതിനെ എങ്ങനെയാണ് നിങ്ങൾ വിശദീകരിക്കും? നമ്പർ 1. നമ്പർ 2, ഈ പ്രതിപക്ഷത്തെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് നിങ്ങൾ 2019 18 MP-മാരും തെളിയിച്ചില്ലേ എന്നുള്ളതാണ്. അപ്പോൾ MP-മാർക്കെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം നിസ്സംഗത സൃഷ്ടിച്ചു എന്ന വാദത്തെയും താങ്കൾക്ക് എങ്ങനെ മറുപടി പറയാം? ഒപ്പം ഷാജി രാഘവന്റെ പ്രകടന പത്രികയുടെ വാദവും, രണ്ട് കാര്യത്തിലും മറുപടി പറയാം. ശ്രീ അനിൽകുമാറിനോട് ഒറ്റ മറുപടിയുള്ളൂ. ഈ എന്തെങ്കിലുമൊക്കെ CPM-ന് മേൽക്കൈ ഉണ്ടെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള വിദഗ്ധവാദം പറയുകയാണ്. ഈ ഭരണവിരുദ്ധ വികാരമുണ്ടെങ്കിൽ, ആന്റി ഇൻകംബൻസി ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ആന്റി ഇൻകംബൻസി ഉള്ള ഇടങ്ങളിൽ ആൾക്കാർ കൂടുതലായിട്ട് ഇറങ്ങി വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ അനിൽകുമാറിന്റെ വാദം വെച്ചുകൊണ്ട് LDFന്റെ MLA-മാരോടെല്ലാം ഒരു ആന്റി ഇൻകംബൻസി ഉണ്ട്, അതുകൊണ്ട് അവരെല്ലാം ഇറങ്ങിയിട്ട് വോട്ട് ചെയ്തു എന്നുള്ളത് നമ്മൾ സ്ഥാപിക്കേണ്ടതായിട്ട് വരും. അപ്പം അതുകൊണ്ട് വെറുതെ എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടി പറയുമെന്ന് മാത്രമേ ഉള്ളൂ. അത് ജൂൺ 4 വരെ പറഞ്ഞോട്ടെ, അത്രേ എനിക്ക് പറയാനുള്ളൂ, മറ്റൊന്നും പറയാനില്ല. ഇവിടെ ശ്രീ ഷാജി രാഘവൻ പറഞ്ഞ ചില കാര്യങ്ങൾ, അദ്ദേഹം ഒന്നുകിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലെ കള്ളം പറയുന്നു, അല്ലെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലെ അജ്ഞനാണ്. എവിടെയാണ്, ഏത് പ്രകടന പത്രികയിലാണ് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് ഈ രാജ്യത്തിന്റെ സ്വത്ത് നൽകുമെന്ന് പറഞ്ഞത്? ഇനി അത് കടത്തി പറഞ്ഞ വൃത്തികേടെന്താ? ഈ നാട്ടിലെ ജനങ്ങളുടെ സ്വത്ത്, ആരുടെ? ഈ നാട്ടിലെ പാവപ്പെട്ട സ്ത്രീകളുടെ മംഗല്യസൂത്രം വിറ്റ് മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്ന പറഞ്ഞത്. ഇത്രയും അധമനായിട്ടുള്ള ഒരു നാണം കെട്ട പ്രധാനമന്ത്രി ഈ രാജ്യത്തുണ്ടായിട്ടുണ്ടോ? ഇത്ര പെരുനുണയനായ ഒരു പ്രധാനമന്ത്രി ഈ രാജ്യത്തുണ്ടായിട്ടുണ്ടോ? പച്ചക്കള്ളം വിളിച്ചു പറയായിരുന്നില്ലേ? നിങ്ങളും ഇവിടെ നിന്ന് കള്ളം വിളിച്ചു പറയല്ലേ? എന്താ മൻമോഹൻ സിംഗ് 2006 പറഞ്ഞത്? മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നതാണോ, അല്ലെ മുസ്ലിങ്ങൾക്കാണ് ഇവിടുത്തെ രാജ്യത്തിന്റെ സ്വത്തിന്റെ ഏറ്റവും ആദ്യത്തെ അവകാശം എന്നാണോ? അദ്ദേഹം പറഞ്ഞ പാരഗ്രാഫ് വായിക്കുക. ഈ രാജ്യത്ത് ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ തന്നെ മറ്റു മേഖലകളിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം സാധ്യമാവുമ്പോൾ തന്നെ ഈ രാജ്യത്തെ SC ST OBC മുസ്ലിം മൈനോറിറ്റി ഉൾപ്പെടെയുള്ള ജനവിഭാഗങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ സ്വത്തിൽ ആദ്യത്തെ അവകാശം ഉണ്ടെന്നാണ്. ഷാജി രാഘവൻ, ഞാൻ ഉറപ്പിച്ച് ഇപ്പോഴും പറയുന്നു, ഞങ്ങളുടെ നയം അത് തന്നെയാണ്. ഈ രാജ്യത്തെ സ്വത്തിന്റെ ഏറ്റവും ആദ്യത്തെ അവകാശം ഈ രാജ്യത്തെ ആദിവാസികൾക്കും SC ST വിഭാഗത്തിൽപ്പെട്ട ദളിത് വിഭാഗങ്ങൾക്കും ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കും ആദ്യത്തെ അവകാശമുണ്ട്. അത് ആശയപരമായ പോരാട്ടമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിലെ. ആശയപരമായ പോരാട്ടം നിങ്ങൾ അദാനിക്കും അംബാനിക്കുമാണ് ഈ രാജ്യത്തിന്റെ സ്വത്തിലെ ആദ്യത്തെ അവകാശം എന്ന് സ്ഥാപിക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നു. ഞങ്ങൾ പറയുന്നു, അല്ല, ഈ രാജ്യത്തെ ഏറ്റവും അടിച്ചമർത്തപ്പെട്ട സമൂഹ വിഭാഗങ്ങൾക്കാണ് ഈ രാജ്യത്തിന്റെ സ്വത്തിനുള്ള അവകാശം. അതാണ് ഞങ്ങൾ. പറയട്ടെ, ഞാൻ അനിൽകുമാറിനെ കൂടി പോയി വരാം. നമുക്ക് രണ്ടാം റൗണ്ടിൽ അല്പം വേഗം പോകേണ്ടതുണ്ട്. അരുൺ 30 സെക്കൻഡ്. അതായിരുന്നു ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയത്. സാമൂഹിക നീതിയും സാമ്പത്തിക നീതിയുമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട. നരേന്ദ്രമോദി പുറത്തുനിന്ന് രാമക്ഷേത്രവും മറ്റു കാര്യങ്ങളും പറഞ്ഞ് ചീത്ത പറഞ്ഞത് നരേന്ദ്രമോദിക്ക് അവസാനം കോൺഗ്രസ് വരച്ച കളത്തിനുള്ളിൽ വരേണ്ടി വന്നു. ആ സാമ്പത്തിക നീതി നിങ്ങൾക്ക് ലഭിക്കില്ല എന്ന് OBC-യോടും ദളിതരോടും പറഞ്ഞുകൊണ്ട് അത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമാണെന്ന് വക്രീകരിച്ചു പറയുകയാണെങ്കിൽ പോലും സാമൂഹിക നീതിയുടെയും സാമ്പത്തിക നീതിയുടെയും കോൺഗ്രസ് വരച്ച കളത്തിനുള്ളിൽ നരേന്ദ്രമോദിക്ക് വരേണ്ടി വന്നു. അത് ഈ രാജ്യത്തെ ജനങ്ങൾ ആ വർഗീയ രാഷ്ട്രീയത്തിനപ്പുറം സാമ്പത്തിക നീതി കാണുന്നു എന്നുള്ള എല്ലാ തെളിവുകളും പുറത്തേക്ക് വന്നതിന് ശേഷമാണ്. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന കള്ളങ്ങളല്ല, ഞങ്ങൾ പറയുന്ന മൻമോഹൻ സിംഗിന്റെ 2006 പ്രസംഗത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു.
ഈ രാജ്യത്തിന്റെ ഏറ്റവും ആദ്യത്തെ അവകാശം ശരി, വ്യക്തമാണ്. ആദിവാസികൾക്കും അനിൽകുമാർ, ദളിതർക്കും ഉൾപ്പെടുന്ന അല്ലെങ്കിൽ രാജീവ് പിന്നാലെ പറഞ്ഞതിന് മറുപടിക്കൊപ്പം നോക്കൂ, അവകാശം. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രധാനപ്പെട്ട അജണ്ട സെറ്റ് ചെയ്യാൻ LDF തീരുമാനിച്ചത് പരമാവധി മൈനോറിറ്റി വോട്ടുകളെ LDF പക്ഷത്തേക്ക് അടുപ്പിക്കാനുള്ള നീക്കമായിരുന്നു തുടക്കം മുതൽ. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു. പല ഘട്ടങ്ങളിലും രാഹുൽ ഗാന്ധി വ്യക്തിപരമായി അവഹേളിക്കുന്ന തരത്തിലുള്ള പരാമർശത്തിന്റെ സൂചനകൾ നൽകിക്കൊണ്ടാണ് മുഖ്യമന്ത്രി അതിന് തുടക്കമിട്ടിരിക്കുന്നതും. പക്ഷേ ഇത് പറയാനിടയ ഒരു സാഹചര്യമുണ്ട്, അത് ഞാൻ സമ്മതിക്കുന്നു. അത് കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ എന്തുകൊണ്ട് ഈട് വരുന്നില്ല എന്ന രാഹുൽ ഗാന്ധിയുടെ ചോദ്യത്തിന് മറുപടി എന്ന വണ്ണമാണ് അത് പറയുന്നത്. പക്ഷേ തുടക്കം മുതൽ നിങ്ങൾ മൈനോറിറ്റി വോട്ടുകൾ കേന്ദ്രീകരിക്കാൻ, ആരാണ് മൈനോറിറ്റി വോട്ടുകളുടെ സംരക്ഷകർ എന്ന നിലയിൽ നിങ്ങൾ മത്സരിക്കുകയായിരുന്നു. ഇത്തരത്തിൽ ഇന്ത്യ മുന്നണിക്കുള്ളിൽ നിൽക്കുന്ന രണ്ടു പ്രധാനപ്പെട്ട കക്ഷികൾ തമ്മിലുള്ള വാക്പയറ്റ് യഥാർത്ഥത്തിൽ ഈ വോട്ടർമാരുടെ മനസ്സ് ചെടുപ്പിക്കില്ലേ? അവരെങ്ങനെയാണ് വോട്ട് ചെയ്യാൻ വരിക? ഇതിൽ ആർക്ക് വോട്ട് ചെയ്താലാണ് അവർ ഏറ്റവും ഉത്തരവാദിത്വപ്പെട്ട പ്രതിപക്ഷമായി മാറുക? പ്രതിപക്ഷമായിട്ടാണ് മാറുന്നതെങ്കിൽ, ഇനി ഭരണത്തിലാണ് വരുന്നതെങ്കിൽ ഇവരിൽ ആരുടെ പ്രധാനമന്ത്രിയാണ് വരിക? ഇത് വോട്ടർമാരുടെ ഇടയിൽ വലിയ അനിശ്ചിതത്വം സൃഷ്ടിച്ചിട്ടില്ലേ അനിൽകുമാർ? അല്ല, ആ അനിശ്ചിതത്വം ഉണ്ടെങ്കിൽ എവിടൊക്കെ അനിശ്ചിതത്വം ഉണ്ടാവണം? ഡൽഹിയിൽ അനിശ്ചിതത്വമാണ്. ഇന്ത്യ മുന്നണി ഇല്ലാത്ത എത്രയോ സംസ്ഥാനങ്ങളുണ്ട്. അവിടെ പരസ്പരം മത്സരിക്കുന്ന കക്ഷികൾ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ഒരുമിച്ചൊരു പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കും. അത് 2004 18 സീറ്റിൽ UDF തോറ്റിട്ടും ഒരു പ്രധാനമന്ത്രി ഉണ്ടായി. കേരളത്തിൽ നിന്ന് ആൻ്റണിയൊക്കെ ഇവിടെ തോറ്റുപോയി ആൻ്റണി അവിടെ പോയി മന്ത്രിയായി. ഈ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മന്ത്രിയായി, KC വേണുഗോപാൽ മന്ത്രിയായി, അഹമ്മദ് ലീഗ് പൊന്നാനി തോറ്റിട്ട് അഹമ്മദ് അവിടെ പോയി മന്ത്രിയായിട്ടിരുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് കേരളത്തിലെ വോട്ടർമാർക്ക് ഒരു കൺഫ്യൂഷനും ഇല്ല. കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയല്ല നടപ്പാക്കാൻ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം. അത് BJPക്കാർ മനസ്സിലാക്കണം. നടപ്പാക്കാൻ പോകുന്നത് 2004 മാതൃകയിൽ പൊതു മിനിമം പരിപാടിയാണ്. അത് ഇന്ത്യ മുന്നണി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ ഓരോ പാർട്ടിക്കും അതിൻ്റേതായ നയങ്ങളുണ്ട്. ഇന്ത്യ രാജ്യത്തെ 8 സംസ്ഥാനങ്ങളിൽ മാത്രമാണ് കോൺഗ്രസ് പ്രാമാണിക ശക്തിയായി BJPയെ നേരിടുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട പാർട്ടികൾ അവിടുത്തെ ഓരോ പ്രധാനപ്പെട്ട പ്രതിപക്ഷ മുന്നണികളാണ്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയ്ക്കെതിരായ കടന്നാക്രമണം നടത്തി, രാഹുൽ ഗാന്ധിക്കെതിരായ കടന്നാക്രമണം നടത്തി ഒരു ദ്വന്ദ്വ നിർമ്മിതി നടത്തുക എന്നുള്ളത് BJPയുടെ പൊളിറ്റിക്സാണ്. ആ പൊളിറ്റിക്സിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അതുകൊണ്ട് കോൺഗ്രസ് പ്രകടന പത്രികയിൽ ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ടാണ് നരേന്ദ്രമോദി കള്ളം പറയുന്നത്. ഇന്നിപ്പോൾ അടുത്ത പറഞ്ഞിരിക്കുന്നതാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, PFIയെ കുറിച്ചാണ് നരേന്ദ്രമോദിയുടെ പരാമർശം. ഞാൻ ചോദിക്കുന്നത്, RSS ഇന്ത്യയിൽ ചെയ്യാത്ത ഏത് കാര്യമാണ് PFI ചെയ്തിട്ടുള്ളത്? പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാൻ തക്കവണ്ണം RSS ചെയ്യാത്ത ഏത് കാര്യം കൂടി ചെയ്തു എന്ന് മോദി ഒന്ന് വ്യക്തമാക്കിയേ. മലേഗാവ് ബോംബ് സ്ഫോടനം മോഡലൊരു ബോംബ് സ്ഫോടനം PFI നടത്തിയോ? ഒരു ബോംബ് സ്ഫോടനം വെച്ചിട്ട് മറ്റേ വിഭാഗക്കാരെന്ന് പറയത്തക്ക വിധം പ്രഗ്യാ സിംഗിൻ്റെ പരിപാടി അവർ നടത്തിയോ? ബാബറും വെച്ചത് പൊളിച്ച പോലെ ഏതെങ്കിലും ആരാധനാലയം പൊളിക്കുന്ന ഏതെങ്കിലും സംഘടന ഇവിടെ നടത്തിയോ? ഗുജറാത്ത് വംശഹത്യ പോലെ ദീർഘമായി നടന്നൊരു വംശഹത്യ ഇവിടെ അരങ്ങേറിയോ? മണിപ്പൂരിൽ അവസാനിക്കാത്ത വംശഹത്യ ഈ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ടായോ? മാത്രമല്ല, ലവ് ജിഹാദിൻ്റെ പേരിൽ ആളുകളെ കൊല്ലുക, ഗോവധത്തിൻ്റെ പേരിൽ ആളുകളെ കൊല്ലുക. ഞാൻ ഇപ്പോൾ കൃത്യമായിട്ട് പറയാം, മദ്രാശിയിൽ അവിടെ വരുന്ന ആളുകളെ വെട്ടിക്കൊല്ലുന്നു, ഉത്തരേന്ത്യക്കാരെ, ഹിന്ദി പറയുന്നവരെ. അങ്ങനെ വ്യാജ വീഡിയോ ഉണ്ടാക്കിയവനെ സംസ്ഥാന വക്താവാക്കിയിരിക്കുകയാണ് ബീഹാറിൽ BJPക്കാർ. ഇങ്ങനെ വ്യാജ വീഡിയോ ഉണ്ടാക്കുന്നവരെ സംസ്ഥാന വക്താക്കാക്കുന്ന, വർഗീയ വീഡിയോ ഉണ്ടാക്കുന്നവരെ വ്യക്തമാകുന്ന തരത്തിൽ കെട്ട കാര്യങ്ങൾ RSS ഇന്ത്യയിൽ ഏതെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ നിരോധിക്കപ്പെടണമെങ്കിൽ അവരാ നിരോധിക്കപ്പെടേണ്ടത് ആദ്യം. അതാണ് ഞങ്ങളുടെ അഭിപ്രായം. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് ഒരു ദ്വന്ദ്വ നിർമ്മിതിക്ക് വേണ്ടി നരേന്ദ്രമോദി ശ്രമിക്കുന്നത് അവരവരുടെ രാഷ്ട്രീയത്തെ ചുരുക്കാനാണ്. എൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: 10 കൊല്ലത്തെ ഏത് കാര്യം പറഞ്ഞ് വോട്ട് ചോദിക്കുന്നു നരേന്ദ്രമോദി ചെയ്യുന്നത് 10 കൊല്ലം മുമ്പുള്ള കോൺഗ്രസിൻ്റെ ഭരണകാലത്തെക്കുറിച്ചുള്ള വോട്ട് ചോദ്യമാണ്. നിങ്ങളുടെ 10 കൊല്ലം എന്ത് ചെയ്തു? ഗ്യാരണ്ടിയുടെ 10 കൊല്ലം. ഗ്യാരണ്ടിയുടെ 10 കൊല്ലമാണ് ഇന്ത്യ പട്ടിണിയിലേക്ക് പോയത്. അതാണ് അതിൻ്റെ അഭിപ്രായം. ഇനി കേരളവുമായി ബന്ധപ്പെട്ടതാണ് യഥാർത്ഥ സാഹചര്യം. പിണറായി സർക്കാരിനെതിരായിട്ടൊരു ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചു എന്നുള്ളത് സ്വാഭാവികമാണ്. 8 കൊല്ലമായിട്ട് സർക്കാർ പ്രവർത്തിക്കുമ്പോൾ ചില പരിമിതികളൊക്കെ ഉണ്ടാകും. അതിൻ്റെ ഭാഗമായിട്ട് ചില വികാരങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ളത് നല്ല സാധ്യതയുള്ള കാര്യമാണ്. ഇതൊന്നും ഈ നാട്ടിലെ വിപ്ലവം നടന്നിട്ടില്ലല്ലോ. ഞങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും നടപ്പാക്കാൻ ശ്രമിക്കപ്പെടും. നടപ്പാക്കുന്ന മേഖലയിൽ പരിമിതികൾ വരും. പക്ഷേ ഞങ്ങളെന്താ ചെയ്തത്? ഞങ്ങൾ ഈ ഇലക്ഷൻ പ്രവർത്തനം ഈ കണ്ട ബഹുമാനപ്പെട്ട അരുൺകുമാർ പറഞ്ഞ 41 ദിവസം മാത്രമല്ലായിരുന്നു. നവകേരള സദസ്സ് കേരളത്തിൽ എത്ര കുടുംബയോഗം നടന്നു? ആ കുടുംബയോഗങ്ങളിലൂടെ ഞങ്ങൾ മോദി സർക്കാരിനെ തുറന്നു കാട്ടി. ഞങ്ങൾ ഡൽഹി സമരം നടത്തിയപ്പോൾ കോൺഗ്രസ് ഒഴികെയുള്ള എല്ലാ പാർട്ടികളെയും ഇതിനകത്ത് യോജിപ്പിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ ഇടതുപക്ഷത്തിന് ആളുകളെ മോദിക്കെതിരെ അണിനിർത്താനുള്ള ശേഷിയെ തെളിയിച്ചു.
ഇപ്പോൾ സുപ്രീം കോടതി വരെ കേസ് നടത്തി കേരളത്തിൻ്റെ ശരിയായ കോസ് ജനങ്ങളെ ബോധ്യപ്പെടുത്തി. ഗവർണർ ഇപ്പോൾ ഒപ്പിട്ടല്ലോ. നമ്മുടെ യുദ്ധമാണത്. ഇത് ജനങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ ഏറ്റവും ഒടുവിൽ അത് ഇ പി ജയരാജൻ LDF കൺവീനർ തെരഞ്ഞെടുപ്പ് ദിവസം കൊണ്ടുവന്ന് പൊട്ടിച്ചു കളഞ്ഞില്ലേ, ഒരു ബോംബ് പോലെ. അതൊക്കെ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ചാനലുകൾ വരുന്നൊരു ഫ്ലാഷ് ന്യൂസിലാണ്. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു ചാനൽ വരുന്ന ഫ്ലാഷ് ന്യൂസിനകത്താണ് നമ്മുടെ ആളുകളെല്ലാം വോട്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് നമ്മളാരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അങ്ങേപ്പോലും മുതിർന്ന മാധ്യമപ്രവർത്തകൻ അങ്ങനെ ധരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനൊരു ദിവസത്തെ എന്തെങ്കിലും തീരുമാനമാണോ? ആളുകൾ തീരുമാനമെടുക്കുന്നത് പൊളിറ്റിക്കലായിട്ടാണ്. വ്യക്തികൾക്ക് പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സിൽ കേരളത്തിലെ ആളുകളെടുത്ത രാഷ്ട്രീയമായൊരു തീരുമാനമാണ് വിട്ടുനിൽക്കൽ. ഓക്കെ, അത് UDF വളരെ ചുരുങ്ങിയ സമയം, നമുക്ക് സമയം കുറവായതുകൊണ്ട് ഞാൻ ഒന്ന് ചുരുക്കി പോവുകയാണ്. രാജു പി നായർ, ഒറ്റ വാചകം, താങ്കൾക്ക് എന്തോ ഒബ്ജക്ഷൻ ഉണ്ട്? ശരി ശ്രീ അനിൽകുമാർ പറഞ്ഞത് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് മാത്രമല്ല പ്രവർത്തിച്ചത്, അതിനു മുമ്പേ പ്രവർത്തനം തുടങ്ങി. എന്നിട്ട് ആദ്യം അദ്ദേഹം പറഞ്ഞ നവകേരള സദസ്സാണ്. പ്രതിപക്ഷം സർക്കാരിന്റെ ജനങ്ങളുടെ പണം എടുത്തുകൊണ്ട് രാഷ്ട്രീയ പ്രചരണം നടത്തുമെന്ന് പറഞ്ഞത് സാധൂകരിക്കുകയാണ് അനിൽകുമാർ ഇവിടെ. മനസ്സിലല്ലേ? നമ്മളുടെ നികുതി പണം എടുത്തുകൊണ്ട് നവകേരള സദസ്സ് നടത്തിയത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനമായിരുന്നു ഞങ്ങൾ പറഞ്ഞതിനെ സാധൂകരിക്കുകയാണ് അനിൽകുമാർ. മറുപടി സത്യമല്ലേ? അങ്ങ് അംഗീകരിച്ചല്ലോ ഇവിടെ. സത്യം എന്താണ്? കേരള സർക്കാരിനെതിരെ പച്ച നുണ പറയാൻ നിങ്ങളും അത് പ്രചരിപ്പിക്കാൻ കുറെ മാധ്യമങ്ങൾ ഉള്ളപ്പോൾ ജനങ്ങളിലേക്ക് നേരിട്ട് പോയി സർക്കാർ. രാഷ്ട്രീയ പ്രചരണമല്ല, അങ്ങനെയാണെങ്കിൽ സർക്കാർ പണമെടുത്തത് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താൻ കഴിയുക? സംശയം എന്താണ്? നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ഞങ്ങൾ കേരളത്തിലെ LDF സർക്കാർ ശരിയായ വഴിയിലാണോ? ഇത് ജനാധിപത്യ കേരളമാണ്. നിങ്ങൾ അത് തന്നെ. ചൈനയല്ല, ഞങ്ങൾ നടപ്പാക്കി. നിങ്ങൾ ഒളിച്ചുപോയി. പോയപ്പോ ഞങ്ങൾക്ക് സൗകര്യമായിരുന്നു. നിങ്ങൾ ഒളിച്ചുപോയി. അതുകൊണ്ട് സർക്കാരിന്റെ കാര്യം പറഞ്ഞത്. CPM-ന്റെ പരിപാടിയല്ല പറഞ്ഞത്, സർക്കാരിന്റെ കാര്യം. തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചു എന്ന് പറഞ്ഞതിലാണ് രാജു പി നായർ വിമർശനമുള്ളത്. നവകേരള സദസ്സ് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണമായി മാറാൻ പാടില്ലല്ലോ. നിങ്ങൾ ആരംഭിച്ചു, സർക്കാരിന് വേണ്ടിയുള്ള പ്രചരണം ഞങ്ങളും ആരംഭിച്ചു. ഓക്കെ, അപ്പൊ സർക്കാരിന് വേണ്ടിയുള്ള പ്രചരണം എന്ന നിലയിലാണ് കാണുന്നത്. എനിക്ക് ഇടവേള വേണം. രാജു പി നായർ ഇടവേളയ്ക്ക് പോയതിനു ശേഷം ഞാൻ മടങ്ങി വരാം. രാജു പി നായരും അനിൽകുമാറും പറഞ്ഞതിനുള്ള മറുപടി. അല്ല, നമ്മുടെ ഈ ചർച്ചയുടെ ആദ്യ പാദത്തിൽ കേരളത്തിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞതായിരുന്നു വിഷയം. ആ വിഷയത്തിൽ ഇടപെട്ട് ഞാൻ വളരെ കൃത്യമായി രണ്ട് മുന്നണികളിലെയും പ്രവർത്തകരും അവർക്ക് കാലാകാലങ്ങളായി വോട്ട് ചെയ്ത വലിയൊരു ജനവിഭാഗം അവർ നിസ്സംഗരായിരുന്നു, നിർവീര്യമായിരുന്നു എന്നുള്ള എൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ്, അതിന് കൃത്യമായ ഒരു മറുപടിയും പറയാതെ രണ്ട് മുന്നണികളുടെ പ്രതിനിധികൾ മോദി ഗ്യാരണ്ടി കൊണ്ടുവന്നത്, ആ മോദി ഗ്യാരണ്ടിയിൽ അവർ ചാർജിലായില്ലേ? ഞാൻ പറഞ്ഞോട്ടെ. അത് ഞാൻ നേരത്തെ അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞു. നരേന്ദ്രമോദി വന്നത് കേരളത്തെ സംബന്ധിച്ചോളം ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ പ്രവർത്തകർക്കും കാലാകാലങ്ങളായി വോട്ട് ചെയ്തവർക്കും അപ്പുറത്ത് വലിയൊരു ജനവിഭാഗത്തിനും വലിയ മോട്ടിവേഷൻ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയെങ്കിലും ഈ പറയുന്ന വോട്ടിംഗ് ശതമാനം കേരളത്തിലുണ്ടായിട്ടുള്ളത്. ഞാൻ പറയാൻ വന്ന മറുപടി ഇതല്ല. ശ്രീ രാജു പി നായർ ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം ചില ജനവിഭാഗങ്ങളെ സൂചിപ്പിച്ചു, മുസ്ലിംസ്, അതേപോലെ SC ST, അങ്ങനെ കുറേ ജനവിഭാഗങ്ങളെ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. സാർ, കഴിഞ്ഞ 10-65 വർഷം അധികാരത്തിലിരുന്നിട്ട് അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കാത്ത കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാര്യങ്ങളാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞിട്ടുള്ളത്. ശ്രീ അനിൽകുമാർ ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് എത്രയോ കാലമായിട്ട് ഞാനൊന്ന് പൂർത്തീകരിച്ചോട്ടെ. ശ്രീ രാജു പി നായർ നിങ്ങൾ മര്യാദ കാണിക്കണം. രാജു പി നായർ താങ്കൾ മര്യാദ കാണിക്കണം. താങ്കൾ സംസാരിക്കുമ്പോൾ ഞാൻ ഇടപെട്ടിട്ടില്ല. ഞാൻ ഇടപെട്ടിട്ടില്ല. താങ്കൾക്ക് അസ്വസ്ഥത ഉണ്ടാവും. ഞാൻ ചില കാര്യങ്ങൾ മൻമോഹൻ സിംഗ് പറഞ്ഞ വിഭാഗങ്ങൾക്ക് കോൺഗ്രസ് എന്ത് കൊടുത്തു എന്നല്ലേ ചോദ്യം. ഡോക്ടർ അരുൺ, താങ്കൾ എന്നോടല്ല, താങ്കൾ രാജു പി നായരോട് പറയും. ഞാനും സംസാരിച്ചോട്ടെ. ശ്രീ അനിൽകുമാർ ഇവിടെ സൂചിപ്പിച്ചത് കാലാകാലങ്ങളെ എത്രയോ കാലമായിട്ട് അവരിത് പറയുകയാണ്. RSSന്റെ കാര്യങ്ങൾ, അല്ലെ BJP, എന്തായാലും ഈ കഥകളൊക്കെ എത്രയോ കാലമായിട്ട് നിങ്ങൾ കേരളത്തിൽ പറയുക. നിങ്ങളുടെ അവകാശവാദം എന്താ? കേരളത്തിൽ നിങ്ങൾക്ക് രണ്ട് മുന്നണികൾക്കാണ് അപ്പർ ഹാൻഡ് എന്നല്ലേ നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട അവകാശം. ഞാനത് അംഗീകരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടല്ലേ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നയിച്ചത്?
എന്നിട്ടെന്താ ഈ വോട്ടിംഗ് ശതമാനം കൂടാതിരുന്നത്? ഓക്കെ, അതാണ് അതുകൊണ്ടാണ് ഞാൻ പ്രതിസംഗതയാണ് വളരെ എന്നതാണ് കൃത്യമായിട്ട് ഷാജി പറഞ്ഞത്. രാഘവന്റെ നിങ്ങൾ ബിജെപിയുടെ പറയുന്നത് പ്രധാനപ്പെട്ട വാദം. ബഹുവൽക്കരിക്കുന്നില്ല കേരളം. നന്ദി ശ്രീ നിങ്ങളുടെ രാജീവ് പിതായൻ, കാപട്യം നന്ദി ശ്രീ കേരളം അഡ്വക്കേറ്റ് കെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അനിൽകുമാർ. ഷാജി രാഘവൻ ചർച്ചയിൽ പങ്കുചേർന്നതിന്. ജൂൺ 4-ാം തീയതി അറിയാം പോളിംഗ് ശതമാനത്തിന്റെ ഇടിവ് ഏത് മുന്നണിക്കാണ് നെഞ്ചിടിപ്പേറ്റുന്നതെന്ന്.